നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബ അംഗങ്ങൾക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം മൂലം 3 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞുമാറി നല്ല നാളുകൾ തുടങ്ങാൻ പോവുകയാണ്. ഇവർക്ക് ഇഷ്ടകാര്യലബ്ധി, ധനനേട്ടം, പ്രണയവിജയം, കുടുംബ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷം എന്നിവ ഫലമായി പറയപ്പെടുന്നു. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും. കർമ്മത്തിൻ്റെയും നീതിയുടെയും ദേവനായ ശനി ഒരാളുടെ ജാതകത്തിൽ ശരിയായ സ്ഥാനത്തല്ല സഞ്ചരിക്കുന്നത് എങ്കിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും. ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമെന്നൊരു വിശേഷണം കൂടെ ശനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശനി ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷം തുടരും. വീണ്ടും ആ രാശിയിൽ ശനി തിരിച്ചു വരുന്നതിന് ഏകദേശം 30 വർഷമെടുക്കും. എന്നാൽ നേരെ വിപരീതമാണ് ശുക്രൻ്റെ കാര്യം. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവനാണ് ശുക്രൻ. ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ അയാൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും വന്നു ചേരും. നിലവിൽ ശനി മീനൻ രാശിയിലാണ്. ഇതിനിടെ ഇന്നലെ ശുക്രൻ ശനിയോട് സംയോജിച്ച് 45 ഡിഗ്രി കോണിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഇതുവഴി ജ്യോതിഷത്തിലെ അപൂർവ രാജയോഗമായ അർദ്ധകേന്ദ്ര യോഗം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുമെങ്കിലും 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസാധാരണമായ നേട്ടമാണ് സമ്മാനിക്കാൻ പോകുന്നത്. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റി നിങ്ങളിനി രക്ഷപ്പെടുമെന്ന് ചുരുക്കി പറയാം. അത്രയധികം ഭാഗ്യം നിറഞ്ഞ ഭാഗ്യശാലികളാണ് ഈ 3 രാശികളിലായി ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. അപ്പോൾ ഈ രാശികൾ ഏതൊക്കെയെന്നും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ശനി ശുക്ര സംയോഗത്താൽ വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. വിശ്വാസമുള്ളവർ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും കടബാധ്യതകളും കണ്ണേറ് നാവേറ് തുടങ്ങിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായി ഭഗവാനോട് പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. അപ്പോൾ ശനി ശുക്ര സംയോഗത്താൽ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക. ശനിയും ശുക്രനും പരസ്പരം 45 ഡിഗ്രി കോണിൽ വരുന്നത് വഴി രൂപപ്പെടുന്ന അർദ്ധകേന്ദ്ര യോഗം മേടൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ്. മേടൻ രാശിയുടെ 12ാം ഭാവത്തിൽ ശനിയും ലഗ്നഭാവത്തിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നു. അതുവഴി ജീവിതത്തിൻ്റെ സർവ്വ മേഖലയിലും വിജയം കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുമെന്നുള്ളതിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. ഇതുവരെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്താൻ പോവുകയാണ്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം ഇനി സഫലീകരിക്കപ്പെടും. അതുപോലെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ട് അതിന് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് വീട് പണിയുമായി സംബന്ധപ്പെട്ട് എന്തെങ്കിലും ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറാൻ പോകുന്നു. കിട്ടേണ്ട ധനമൊക്കെ വേഗം കിട്ടുകയും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പുതിയ വീട്ടിലേക്ക് ഉടൻ താമസം മാറാനും സാധിക്കും. പുത്തൻ വീട്ടിൽ ആഡംബരപൂർണമായൊരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ അടുത്ത ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സ്വർണം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. കുടുംബ അംഗങ്ങളുമൊത്ത് ദീർഘദൂര യാത്രകളും വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും നടത്താനുള്ളൊരു ഭാഗ്യം കാണുന്നു. എന്തുകൊണ്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്രയധികം അനുകൂലകരമായിട്ടാണ് ശനി ശുക്ര സംയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ തിളങ്ങി നിൽക്കുന്നത്. ഇനി ജീവിതം തിളങ്ങും. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം. ശനിയും ശുക്രനും പരസ്പരം 45 ഡിഗ്രി കോണിൽ വരുന്നത് വഴി രൂപപ്പെടുന്ന അർദ്ധകേന്ദ്ര യോഗം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം തുറന്നു പറയാൻ സാധിക്കും. ആ തുറന്നു പറച്ചിൽ
നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കും. സന്തുഷ്ടകരമായൊരു ദാമ്പത്യ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും ഇനി അവസാനിക്കും. പൂർവിക സ്വത്ത് തടസ്സങ്ങൾ ഏതുമില്ലാതെ കയ്യിലേക്കെത്തും. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി നേട്ടം വന്നു ചേരും. ഇനി പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലകരമായ തീരുമാനമെടുക്കാൻ സഹായിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും പിന്തുണയുണ്ടാകും. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. എന്തുകൊണ്ടും ജീവിതത്തിൽ ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. ശനിയും ശുക്രനും പരസ്പരം 45 ഡിഗ്രി കോണിൽ വരുന്നത് വഴി രൂപപ്പെടുന്ന അർദ്ധകേന്ദ്ര യോഗം മകരൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു. അതായത് വിവാഹ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദമ്പതികൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. സന്തോഷപൂർണമായ, സമാധാനപൂർണമായ, സ്നേഹപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്കിനി മുന്നോട്ട് നയിക്കാം. നിങ്ങളുടെ കുടുംബജീവിതം തകർക്കണം, നശിപ്പിക്കണമെന്ന് കരുതിയ ശത്രുക്കളുടെയൊക്കെ ആഗ്രഹം ഇനി സഫലമാകില്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ശത്രുവിന്മേൽ വിജയം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷപൂർണമായൊരു കുടുംബ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ പോവുകയാണ്. ധനപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും എല്ലാം നേട്ടം തന്നെയാണ്. ഇനി പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വിദേശ യാത്ര നടത്തേണ്ടി വരും. ജോലി സംബന്ധമായി നടത്തുന്ന യാത്രകളൊക്കെ നിങ്ങളുടെ തൊഴിൽപരമായി നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലായിരിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. വിദേശ രാജ്യത്തേക്ക് ഒരു തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലകരമായ സമയമാണ്. നിങ്ങളുടെ വിദേശ രാജ്യത്ത് പോകണമെന്നുള്ള ആഗ്രഹം സഫലമാകാൻ പോകുന്നു. നല്ല രീതിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നതിനും ഇപ്പോഴത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഴുതുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം വന്നു ചേരും. ഇനി എന്തുകൊണ്ടും ശനി ശുക്ര സംയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു രാശിഫലവുമായി കാണും വരെ നന്ദി, നമസ്കാരം, ശിവോഹം.